നോക്കട്ടെ അതിന് കാരണവും ഉണ്ടാവുമല്ലോ അല്ലേ. എല്ലായിടത്തും ഡിലേഡ് ആയിട്ടാണ് പോകുന്നത്. കൊല്ലത്ത് ഇടയ്ക്ക് സ്ലോ ആയിരുന്നു, പക്ഷെ ഇപ്പം ഫാസ്റ്റസ്റ്റ് പ്രോഗ്രസിംഗ് ഡെവലപ്മെന്റൽ വർക്ക് ഇസ് ഗോയിങ് ഓൺ ഇൻ കൊല്ലത്തത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പേസിലാണ് പോകുന്നത്. മെമു, കാർഷെഡും എല്ലാം അതിന്റെ എല്ലാം പണി ഏകദേശം തീരാറായിട്ടുണ്ട്. പാർക്കിംഗ് സ്പേസ് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. കഴിയുന്നതും 15-16 തീയതികളിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് റെയിൽവേ ഡിവിഷണൽ മാനേജർ അറിയിച്ചിരിക്കുന്നത്. സ്വാമി ശരണം. ഇതെന്തുകൊണ്ടാണ് ജോർജ് കുര്യൻ സാർ വന്ന് ഒരു അവലോകനം നടത്തി അല്ലേ? റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ ആൾക്കാർ വന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആരും അറിയാതെ നിരീക്ഷണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് പൂർണ്ണമായി സജ്ജമായാൽ മാത്രമേ നമുക്ക് കൂടുതൽ ട്രെയിനുകൾ, വന്ദേ ഭാരതിന്റെ ഒരു സർവീസ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതോ ചെന്നൈയിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നുള്ള ഇപ്പോഴത്തെ ചെന്നൈയിൽ നിന്ന് തന്നെ കൂടുതൽ സ്റ്റോപ്പുകൾ ഉണ്ടാകുന്നതിന് എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ കാസർഗോഡ് വേണ്ടത്, ഇതിന്റെ എല്ലാം പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഡിവൈഡ് ചെയ്ത് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്കും ഒരു കഷ്ണം കിട്ടി, ഞാൻ അതാണ് ചെയ്തത്. സ്വാമിയെ ശരണമയ്യ. നോക്കട്ടെ അതിന് കാരണവും ഉണ്ടാവുമല്ലോ അല്ലേ. എല്ലായിടത്തും ഡിലേഡ് ആയിട്ടാണ് പോകുന്നത്. കൊല്ലത്ത് ഇടയ്ക്ക് സ്ലോ ആയിരുന്നു, പക്ഷെ ഇപ്പം ഫാസ്റ്റസ്റ്റ് പ്രോഗ്രസിംഗ് ഡെവലപ്മെന്റൽ വർക്ക് ഇസ് ഗോയിങ് ഓൺ ഇൻ കൊല്ലത്തത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പേസിലാണ് പോകുന്നത്. മെമു, കാർഷെഡും എല്ലാം അതിന്റെ എല്ലാം പണി ഏകദേശം തീരാറായിട്ടുണ്ട്. പാർക്കിംഗ് സ്പേസ് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. കഴിയുന്നതും 15-16 തീയതികളിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് റെയിൽവേ ഡിവിഷണൽ മാനേജർ അറിയിച്ചിരിക്കുന്നത്. സ്വാമി ശരണം. ഇതെന്തുകൊണ്ടാണ് ജോർജ് കുര്യൻ സാർ വന്ന് ഒരു അവലോകനം നടത്തി അല്ലേ? റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ ആൾക്കാർ വന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആരും അറിയാതെ നിരീക്ഷണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് പൂർണ്ണമായി സജ്ജമായാൽ മാത്രമേ നമുക്ക് കൂടുതൽ ട്രെയിനുകൾ, വന്ദേ ഭാരതിന്റെ ഒരു സർവീസ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതോ ചെന്നൈയിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നുള്ള ഇപ്പോഴത്തെ ചെന്നൈയിൽ നിന്ന് തന്നെ കൂടുതൽ സ്റ്റോപ്പുകൾ ഉണ്ടാകുന്നതിന് എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ കാസർഗോഡ് വേണ്ടത്, ഇതിന്റെ എല്ലാം പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഡിവൈഡ് ചെയ്ത് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്കും ഒരു കഷ്ണം കിട്ടി, ഞാൻ അതാണ് ചെയ്തത്. സ്വാമിയെ ശരണമയ്യ.